നടൻ മോഹൻ ശർമ്മ ലക്ഷ്മിയെ മാത്രമല്ല ലക്ഷ്മിക്ക് ശേഷം മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു. എന്നാൽ പലരും ചോദിക്കുന്നത് ആ വിവാഹ ബന്ധത്തിൽ ഒരു മകനില്ലേ എന്നത് തന്നെയാണ്. എന്നാൽ ഒരു മകനുണ്ട് എന്നത് സത്യമാണ്. ആ മകൻ ജർമ്മനിയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ആ മകനെ അച്ഛനുമായി യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് രണ്ടാം ഭാര്യയും മകനുമായി തന്നെ വളരെയേറെ നാളുകളായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. ലക്ഷ്മിയുമായി തന്നെ യാതൊരു ബന്ധവുമില്ലാത്തതുപോലെയാണ് നടൻ ഇവരുമായും ബന്ധമില്ലാത്തത്. അച്ഛനെ തിരിഞ്ഞു നോക്കാൻ പോലും, അല്ലെങ്കിൽ ഇത്രയും അധികം വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യമായി മാറുമ്പോഴും അച്ഛനെ ഒന്ന് വന്ന് കാണാൻ പോലും ആ മകൻ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ് വേർപിരിഞ്ഞതെന്നോ മാറിയതെന്നോ മകൻ എന്തുകൊണ്ടാണ് വരാത്തതെന്നോ ഒന്നും തന്നെ ഇദ്ദേഹം വെളിപ്പെടുത്തുന്നില്ല. അതെല്ലാം ഓരോ സീക്രട്ടുകളാണ്, അല്ലെങ്കിൽ അതെൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. അതെനിക്ക് പുറത്ത് പറയേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെ ഞാൻ പറയുകയും ചെയ്യുകയില്ല. അതെൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വളരെ വലിയ തെറ്റായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എനിക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നത്. തീർച്ചയായും പറയുന്നത് പോലെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇത്തരത്തിൽ വാർത്തകളെല്ലാം കേൾക്കുകയും പറയുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഇത്തരത്തിലെ വാർത്തകളെല്ലാം വൈറലാകുന്നത്. ആരാധകരെല്ലാവരും ഈ വാർത്ത കേൾക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. മോഹൻ ശർമ്മയ്ക്കൊരു മകനുണ്ടായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ അനാഥാലയത്തിൽ കഴിയുന്നത്. അദ്ദേഹം തമിഴ്നാട്ടിലെ ഒരു അനാഥാലയത്തിലാണ് കഴിയുന്നത്. പുസ്തകങ്ങളും വാങ്ങിച്ച് അദ്ദേഹം അവിടെ കഴിയും. എന്നാൽ അദ്ദേഹത്തിന് മരുന്ന് വാങ്ങാനോ ഭക്ഷണം വാങ്ങാനോ അല്ലെങ്കിൽ എന്തിന് അവിടെ ഒന്ന് നല്ല വസ്ത്രം ഉടുത്തിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. ഇത്രയും അധികം സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് സിനിമയ്ക്കകത്തുണ്ടായിട്ടും ഒരാളെപ്പോലും വിളിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല എന്നതുകൂടി ഒരു സത്യമായി തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും പ്രേക്ഷകർ ഈ ഒരു വാർത്തയെപ്പറ്റി കേൾക്കുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തയായും ഇത് മാറുകയും പറയുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം നന്നായി മനസ്സിലാവുകയും ചെയ്യുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നു. ആരാധകർ വളരെ നന്നായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട് എന്നതാണ് സത്യം. കാരണം മോഹൻ ശർമ്മയ്ക്ക് ഇത്തരത്തിലൊരു അവസ്ഥ വരുമെന്ന് ആരും കരുതിയില്ല. തൻ്റെ യുവകാലത്ത്, അല്ലെങ്കിൽ തൻ്റെ ഒരു 20s 30s സമയത്തൊക്കെ സിനിമയിൽ തകർത്ത് അഭിനയിച്ചു കൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം കോടീശ്വരനായിരുന്നു. വളരെ നല്ല നിലയിൽ താമസിച്ചു കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ജീവിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ഡൗൺഫോൾ ഉണ്ടാകുമ്പോൾ അത് എല്ലാവരെയും സംബന്ധിച്ച് വളരെയധികം തന്നെ വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയായി തന്നെ മാറുകയും ചെയ്യുന്നു. മോഹൻ ശർമ്മയ്ക്ക് ഒരു മകൻ ഉണ്ടായിട്ട് കൂടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ വൃദ്ധസദനത്തിൽ കഴിയുന്നത് എന്നത് വളരെയധികം തന്നെ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായി കൂടി മാറുന്നുണ്ട്. പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തയോടൊപ്പം തന്നെ ആരാധകരുടെ പ്രീതിയും വളരെയധികം തന്നെ മനസ്സിലാക്കുകയും അതുപോലെ സംസാരിക്കുകയും ചെയ്യുന്നൊരു കാര്യം കൂടിയായി ഇത് മാറുന്നു. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന പോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെയധികം നന്നായി സംസാരിക്കുന്ന ഒരു കാര്യമായി കൂടി ഇത് മാറുന്നത്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്ത കാണുന്നത്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ വാർത്തയായി കൂടി ഇതിനെപ്പറ്റി മാറുകയും അതുപോലെ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും മോഹൻ ശർമ്മയുടെ വാർത്തകൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് എന്നുകൂടി നമ്മൾ പറഞ്ഞേ മതിയാകും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.